ഹായ് മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അലിസ് വ്ലോഗ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി മീൻ പിടിക്കൽ. അതിന് വേണ്ട ഗാലെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ചെയ്തിട്ടോളി. വരി വീഡിയോക്ക് പോകാം. അപ്പം ഞങ്ങൾ ഗാലെല്ലാം റെഡി ആക്കിനോ. ഇനി ഞങ്ങൾ ഒരു കണ്ടില്ല കോതി വെക്കാം. കോതിൻ്റെ അടുത്ത പീസ് കുറച്ച് വലിയായിന്, മുറിച്ചിട്ട് വെക്കാം. വലിയത് വേണമെന്നില്ല, ഇത്ര വലിയത് മതിയാണ് സാധാരണ. അപ്പം ഞാൻ ഇങ്ങനെ ഗാലയിടാം. ഇതിൽ നല്ല നല്ല വില മീനെല്ലാം ഉണ്ട്. ഇട്ടോ മീൻ എന്ത് കിട്ടിട്ടില്ല. ഇപ്പം ഇത് മൂന്നാമത്തെ ലാസ്റ്റ് ട്രൈ. ഇല്ല മീൻ കിട്ടുക നോക്കാം. ഏകദേശം ഇട്ടിട്ട് ഒരു 15 മിനിറ്റത്തോളായി. ഇനി മീൻ വരുന്നെന്താ കാണുന്നില്ല. അപ്പം മീൻ കൊത്തിയൊന്നുണ്ടു, കിട്ടിയെങ്കിൽ ചാൻസ്. 2 കുറി ഇട്ടിട്ടായി മീൻ കിട്ടിയാന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾക്ക് മീൻ കിട്ടിപ്പോയി കിട്ടിപ്പോയി അപ്പം ഗൈസ്. അപ്പോൾ ഗൈസ് വലിയ മീനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് മീൻ ഏകദേശം 1 കിലോത്തോളം ഉണ്ട്. 1 കിലോത്തെ വലിപ്പമുണ്ട്. ബാ പെടക്കുന്ന മീൻ. കാത്തു മീൻ കിട്ടി. അപ്പം മച്ചാൻ ഞങ്ങൾക്ക് മീനെല്ലാം കിട്ടിയിട്ടുണ്ടു. ഫിഷ് അൽഫാമാക്കാം, നല്ല ഫിഷ് അൽഫാമാക്കാം. ഇതാ നല്ല അഡാറ് മീൻ. ഇതാ നല്ല 1 kg 1.5 kg തൊള്ളുണ്ട് അടുത്ത്. വരി ഞാൻ ഇനി വീഡിയോക്ക് പോയി. മച്ചാമാർ ഇതൊക്കെ ഒരു നല്ല സ്പെഷ്യൽ മസാല ഇട്ടിട്ട് നല്ല അടിപൊളി ഗ്രില്ലാക്കാം. എങ്ങനെ നാന്ന് നോക്കണം വരി. അപ്പം ഗൈസ് മീൻ ഇനിയും ജീമത്തിലും ഉണ്ടു, മെരിച്ചിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റത്തോളം ഇനിയും കാക്കാം. മീൻ മെരിക്കട്ടെ അത്രത്തോളം. അപ്പം ഗൈസ് ഇനി കത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. വരി മുറിക്കാം. അപ്പം ഗൈസ് ഇതിനെ മുള്ളെല്ലാം നല്ല കെട്ടി. പിന്നെ ഞങ്ങളുടെ ഭാഷയിൽ ബാലമീൻ ചലിട്ട് ചെന്ന്, പിന്നെ നീയല്ലേ ഇംഗ്ലീഷിൽ പിന്നെ ഫംഗസ് മീൻ ചലിട്ട് ചെന്ന്. അപ്പാ കത്തിരലാന്നില്ല, ഇനി കത്തിൽ കട്ടാക്കാം. ഇതാ ഇത് കുഞ്ഞു വെക്കുന്ന മീൻ. ഇതാ മുട്ട അതിനുള്ളിൽ. ഇനി ക്ലീൻ ആക്കാം പേര്. ഈ സാധനം എടുക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചർ സാമാനാണ്. എല്ലാത്തിലും ജാഗ്രത ആക്കണം. ആടിലാട്ട്, കോതിലാട്ട്, മീനിലാട്ട്. മസാല പൊടിക്കാൻ വേണ്ടി ചെറിയ ഭാഗിട്ട് കൊടുക്കുക തെളുപ്പില്ല. അപ്പം ഞങ്ങൾക്ക് കറലെല്ലാം എടുത്തിട്ടായി സ്വന്തക്ക് ക്ലീൻ ആക്കാം. കഥ ഗ്രില്ലിക്ക് വേണ്ടി നല്ല മസാല ആക്കിയിട്ട് എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകുണ്ട് പൊടി, നല്ല കാശ്മീർ ചില്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൻ്റെ പൊടി,
1 ടേബിൾ സ്പൂൺ നല്ല മുളകുണ്ട് പൊടി. സാധാരണ കുരുമുളക് എന്താ ചെന്നറിയില്ലൊക്കെ. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പു, ഒരു ലിംബ പിഴിഞ്ഞിട്ട് കൊടുക്കാം മസാലയ്ക്ക്. അപ്പോൾ മസാല കുറച്ച് തേങ്ങ വിത്തിരി കൊടുക്കുക. മസാല ചന്ത മിക്സ് ആക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ ചന്ത മീനിക്ക് മസാല പിടിപ്പിച്ചിട്ട് കൊടുക്കാം. മസാല എല്ലാം അപ്പം നല്ല അടാറ് തേച്ചിട്ട് കൊടുത്തിനു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു 15 മിനിറ്റ് റെസ്റ്റിൽ വെക്കാം. ഗ്രില്ലൊക്കെ വേണ്ട ഐറ്റം എല്ലാം റെഡിയാക്കാം. ഞങ്ങൾ ഇനി നാല് പീസാക്കിയിട്ട് എടുക്കാം. തിത്തിത്താറാ തിത്തിത്തേ തിത്തേ തകതീതോ തിത്തിത്താറാ തിത്തിത്തേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഗ്രില്ലിൻ്റെ സെറ്റപ്പ് അല്ലേ. ഇനി ഞങ്ങൾ തീ ഇട്ടിട്ട് ഞങ്ങൾ ഐറ്റം തുടങ്ങാം. വരി. അപ്പം മച്ചന്മാരെ, ഞങ്ങൾക്ക് കോളിൻ്റെ ഉള്ള കുത്തിരി കൊടുക്കാം. അപ്പം ഞങ്ങൾ ഇനി മീൻ നെയ്യിലൊക്കെ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളെ മീനെല്ലാം റെഡിയായിനി. ഇനി ബെന്തൽക്കുണ്ടല്ലേ, ഇപ്പം തീൻ്റെ ഉള്ളൊക്കെ വീതു. അപ്പം ഞങ്ങൾ മീനെല്ലാം റെഡിയായി. ഞങ്ങൾ എടുക്കാം മീനിനെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇനി മീൻ എടുത്ത് ഞങ്ങൾ തോപ്പൊക്കെ വെക്കാം. ആഹാ, കിടിലൻ കിഡ്ലോസ്കി. അപ്പം ഞങ്ങൾ കോളിനെ ഇനി മെല്ലെ എടുക്കണം. മീൻ പൊടിയാന്ന്. അപ്പം നല്ല ഒന്നൊന്നര ബന്ധിനി. ഇതാ ഇത്ര സ്മൂത്തായിട്ട് ബന്ധിനി. ഇപ്പം ഞങ്ങൾക്ക് തിന്നോ കൊന്നില്ല മീനിനെ, നോമ്പുണ്ടു. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ജാവ് നോക്കി അങ്ങനെ ഉണ്ട് ചെലുത്തി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേണ്ട ചെലുത്തി നിങ്ങൾ ഒരു കമൻറ്റിൽ കമൻറ്റ് ഇടി. ಯಾರ ಕಮೆಂಟ್ ಉಳ್ಳ ವೀಡಿಯೋ ഞങ്ങൾ അതിനാക്കുന്നു.